Hello students, welcome to the fifth session in this module. So in the previous session we have defined the concept or the term called moment of inertia, right? Moment of inertia. So actually moment of inertia and the term called polar moment of inertia and the radius of gyration. Radius of gyration. And also we have studied two theorems related to moment of inertia. First one is perpendicular axis theorem, right? Perpendicular axis theorem, and second one is parallel axis theorem. Parallel axis theorem. So these two theorems are very important in defining the moment of inertia of different shapes. So we will be discussing how to find the moment of inertia based on centroidal axis for different shapes such as rectangles, triangles and circles. Okay, now we'll try to get the moment of inertia of a rectangle. Suppose this is a rectangle, okay, and if this is the breadth, okay, breadth b with the breadth b and total thickness or length, or we call it as depth d, okay. So where will be the centroidal axis of this shape? Central axis will be the axis of symmetry, right? So for symmetrical shapes it will lie on the that symmetrical axis, right? So if this is the symmetrical axis, this will be, so what will be this distance? D by 2, and this will be D by 2. So this is the central axis. Suppose this is xx, and now we have to find the moment of inertia of this shape, right? ഈ ഷേപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഏതെങ്കിലും ഒരു ആക്സിസ്, സപ്പോസ് വി ആർ ഫൈൻഡിങ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ xx axis, okay, xx axis, and now here the xx axis lies on the centroid. So xx can be integral y square dA. So this is the moment of inertia. So നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഒരു ചെറിയൊരു ഡി എ എന്നുള്ളത് ഒരു ഇൻഫിനിറ്റ്സിമൽ ഏരിയ ആണ്, ഇൻഫിനിറ്റ്സിമൽ സ്ട്രിപ്പ് ഞാൻ എടുത്തു ഇങ്ങനെ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്ട്രിപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, സപ്പോസ് ലെറ്റ് ഇറ്റ് ബി ഡി വൈ. സ്ട്രിപ്പിൻ്റെ തിക്നെസ് ഡി വൈ ആണ്, ബ്രെഡ്ത്ത് ബി തന്നെയാണ്, ആൻഡ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് വൈ ആണ്. അങ്ങനെയെങ്കിൽ moment of inertia of that particular strip, moment of inertia, അതായത് ആ ഡി എന്നുള്ള ഏരിയയുടെ moment of inertia of that elemental strip, നമ്മളെടുത്ത ഒരു ചെറിയ എലമെൻ്റ് ഉണ്ടല്ലോ, അതായത് ഡി വൈ തിക്നെസ് ഉള്ളൊരു എലമെൻറ്റ് എടുത്തിരുന്നുണ്ട്, ആ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഏത് ആക്സിസ്? എബൌട്ട് ദി ആക്സിസ് xx, ആൻഡ് ഇറ്റ് വിൽ ബി വൈ സ്ക്വയർ, അതായത് ആക്സിസ് എന്ന് എലമെൻ്റൽ സ്ട്രിപ്പിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ ഏരിയ ഡി എ, ഓക്കെ. പക്ഷേ അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? അതിന് മുന്നേ ഈ ഡി എ എന്ന് വെച്ചാൽ എന്താണ്? ഡി എ നമുക്ക് വൈ സ്ക്വയർ ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ എന്ന് എഴുതിക്കൂടെ? കാരണം ഈ ഡി എ എന്ന് പറയുന്നത് ഡി എ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി വൈ, കാരണം ഇതിൻ്റെ തിക്നെസ് ഡി വൈ, ഇതിൻ്റെ ബ്രെഡ്ത്ത് ബി. അപ്പോൾ ആ റെക്ടാങ്കിൾ സ്ട്രിപ്പ് അല്ലേ, ഒരു റെക്ടാങ്കുലർ എലമെൻ്റൽ സ്ട്രിപ്പ് അല്ലേ, അതിൻ്റെ ഏരിയ ബി ഡി വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ എക്സ് എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഏരിയ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? 0 to 0 വൈ സ്ക്വയർ ഡി എ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബി ഡി വൈ. 0 to അല്ല, കാരണം നമ്മൾ തന്നെ ഇതിന് ലിമിറ്റ് കൊടുക്കാനല്ലേ, ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുന്നത് എവിടുത്തേക്കാണ്? ഇവിടുന്ന് ഇവിടത്തേക്കാണ്. അപ്പോൾ ആക്ച്വലി സെൻട്രൽ ആണ് എക്സ് ആക്സിസ്. അപ്പോൾ ഇത് മൈനസ് ഡി ബൈ 2, ഈ പോയിൻ്റ് നമുക്ക് വേണമെങ്കിൽ ഈ പോയിൻ്റ് മൈനസ് ഡി ബൈ 2, ഇത് പോസിറ്റീവ് ഡി ബൈ 2,
അപ്പോൾ 2 ലിമിറ്റ് കിട്ടും അല്ലേ, നമുക്ക് 2 ലിമിറ്റ് കിട്ടും. ആ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -d/2 to d/2 അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അതിൽ ix(x) ഈസ് ഈക്വൽ ടു, അതിൽ നമുക്ക് b പുറത്തേക്ക് എടുക്കാം, ഇന്റഗ്രൽ -d/2 to d/2 y² dy ആണ് കേട്ടോ, y² dy. ഓക്കെ, y² dy ഇൻ്റഗ്രേറ്റ് ചെയ്താൽ b/y³ 3 ലിമിറ്റ് d/2 to -d/2 to d/2 റൈറ്റ്. ഇനി നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് bd³/12 എന്ന് കിട്ടും, bd³/12. സോ റെക്റ്റാങ്കിളിൻ്റെ ix(x) എന്ന് പറയുന്നത് bd³/12 ആണ്. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ എബൌട്ട് സെൻട്രോയിഡ്, xx എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആക്സിസ് ആണ്, എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആക്സിസ്, ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് the axis that is used to find the moment of inertia should be mentioned clearly. അല്ലെങ്കിൽ അതിന് അർത്ഥമില്ലാണ്ട് അപ്പോൾ അർത്ഥമില്ല, അത് ഇൻകംപ്ലീറ്റ് ആവും. നമ്മൾ ജസ്റ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു bd³/12 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. കാരണം bd³/12 ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആക്സിസ് സെൻട്രോയിഡൽ ആക്സിസ് ആയിരിക്കണം. വേറെ ഏതെങ്കിലും ആക്സിസ് ആണ് എടുത്തതെങ്കിൽ bd³/12 പോസിബിൾ അല്ല, അത് കറക്റ്റ് അല്ല. ദാറ്റ് എക്സ്പ്രഷൻ വോണ്ട് ബി റൈറ്റ് ഫോർ എനി അതർ ആക്സിസ് അതർ ദാൻ സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, സപ്പോസ് നമ്മൾ ഇതേ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഓക്കെ, ഞാനിവിടെ ഇങ്ങനൊരു ആക്സിസ് എടുത്തു. സപ്പോസ് ഞാൻ ഇങ്ങനൊരു ആക്സിസ് എടുത്തു. ഈ ആക്സിസ് എ ബി എന്നുള്ളൊരു ആക്സിസ് ആയിക്കോട്ടെ. സപ്പോസ് ദിസ് ആക്സിസ് ഇസ് എ ബി. ഇങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബേസ്ഡ് ഓൺ ദാറ്റ് ആക്സിസ് എ ബി, അതായത് എ ബി എന്നുള്ള ആക്സിസിനെ ബേസ് ചെയ്തിട്ട് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മുതൽ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിന് പകരം ഇറ്റ് ഈസ് ഈസിയർ ടു അപ്ലൈ ദി പാരലൽ ആക്സിസ് തിയറം. കാരണം സെൻട്രോയിഡൽ ആക്സിസും സെൻട്രോയിഡൽ xx എന്നുള്ള ആക്സിസും എ ബി എന്നുള്ള ആക്സിസും പാരലൽ ടു ഈച്ച് അതർ ആണ്, ആൻഡ് ദേ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ അപ്ലൈ, ആൻഡ് ഇവ തമ്മിൽ ഡിസ്റ്റൻസ് എന്താണ്, d/2 ആണ്. ഓക്കെ, നമുക്ക് പാരലൽ ആക്സിസ് തിയറം പ്രകാരം IAB ഈക്വൽ ടു IXX പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ബോത്ത് ആക്സിസ്. അതെന്തായിരിക്കും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ YC² എന്നാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം പഠിച്ചത്. YC ഈസ് ഈക്വൽ ടു d/2 ആണ്. സോ IAB ഈസ് ഈക്വൽ ടു bd³/12 പ്ലസ് ഏരിയ എന്താണ്, ഏരിയ ഈസ് BD, ഏരിയ ഈസ് ഈക്വൽ ടു B/D, അതായത് റെക്ടാങ്കിൾ ഏരിയ ബ്രെഡ്ത്തിൻ്റെ ഡെപ്ത് BD × YC² എന്ന് വെച്ചാൽ d/2 whole square. So that will be again bd³/4. IAB is equal to bd³/12 plus bd³/4 into 3 plus 1 4 bd³/12 or bd³/3. ഇതാണ് again ഇതും റെക്ടാങ്കിളിൻ്റെ moment of inertia ആണ്. But this moment of inertia is based on about the axis AB, that is axis present in the base of that rectangle. So റെക്ടാങ്കിളിലെ ബേസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു moment of inertia ഡെറിവ് ചെയ്യുന്നതെങ്കിൽ the expression will be bd³/12. If we are calculating moment of inertia based on the central axis, then it will be bd³/12. So you have to note that both the moment of inertia is of the same shape, but they are based on the axis different from each other, but they are parallel to each other, but not exactly the same. So now we'll move to the triangle. Suppose we have a triangle here. Let me draw a triangle. Okay, suppose this is a triangle. Let the base width is B and height B,
H, and I am taking an elemental strip here. Okay, so I am calculating the moment of inertia based on the base axis. ഇതാണ് ആക്സിസ്. എ ബി എന്നുള്ള ബേസ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പം ഞാനിവിടെ ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് എടുത്തു. ആൻഡ് ലെറ്റ് ദി തിക്നെസ് ഓഫ് ദി സ്ട്രിപ്പ് ഈസ് സ്ട്രിപ്പ് ബി ഡി വൈ. ഇതിൻ്റെ സ്ട്രിപ്പിൻ്റെ തിക്നെസ് ഡി വൈ. ആൻഡ് ഇവിടെ നിന്ന് ഇവിടത്തേക്ക്, അതായത് നമ്മൾ എടുക്കുന്ന ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രിപ്പിൻ്റെ ഇപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് ബി ആയിരിക്കില്ലല്ലോ. ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു B1 ആയിരിക്കും. B1 ഈസ് നോട്ട് ഈക്വൽ ടു ബി, കാരണം ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ റെക്ടാങ്കിൾ ആണെങ്കിൽ വിഡ്ത്ത് സെയിം ആയിരിക്കും, പക്ഷേ ഇവിടെ വിഡ്ത്ത് സെയിം ആയിരിക്കില്ല അല്ലേ. സോ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം B1 എന്നുള്ളത്, സപ്പോസ് ഇതൊരു ഈ സി ഡി ഇ എഫ് ജി മൂന്ന് ട്രയാങ്കിൾ സി ഡിയും സിമിലർ ടു ട്രയാങ്കിൾ സി എഫ് ജി എന്ന് പറയാം അല്ലേ. സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് B1/B എന്നുള്ളത്, അതായത് രണ്ട് ട്രയാങ്കിളിൻ്റെ ബേസിൻ്റെ റേഷ്യോ രണ്ട് ട്രയാങ്കിളിലെ ഹൈറ്റിൻ്റെ റേഷ്യോ ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? H-y അല്ലേ. H-y/H. അങ്ങനെയാണെങ്കിൽ B1 ഈസ് ഈക്വൽ ടു H-y/H ഇൻറ്റു B എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സ്ട്രിപ്പ് എബൌട്ട് ആക്സിസ് എ ബി എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു y² dA ആണ്. y² dA എന്ന് വെച്ചാൽ y² ഇൻറ്റു B1 dy ആണ്. അതായത് അതൊരു എലമെൻ്റൽ സ്ട്രിപ്പ് റെക്ടാങ്കിൾ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അതിൻ്റെ തിക്നെസ് dy യും അതിൻ്റെ വിഡ്ത്ത് B1 ആയതുകൊണ്ട് B1 dy എന്ന് എഴുതാം, dA. ആൻഡ് ഇറ്റ് ക്യാൻ ബി അഗെയിൻ റിട്ടേൺ ആസ് y² B1 പകരം you can write H-y/H ഇൻറ്റു B dy എന്ന് എഴുതാം. അപ്പോൾ മൊത്തത്തിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IAB ക്യാൻ ബി റിട്ടേൺ ഇൻ്റഗ്രൽ ഇവിടെ നിന്ന് 0 to h. കാരണം ഇത് 0, AB എന്നുള്ള ബേസ് അല്ലേ, ബേസ് എന്നുള്ള ഡിസ്റ്റൻസ് ഇത് 0 to h, കാരണം ഈ ഹൈറ്റ് h ആണ്. 0 to h ആണ്. ലിമിറ്റ് കൊടുക്കേണ്ട 0 to h, y² H-y/H ഇൻറ്റു B dy. IAB is equal to integral 0 to h. ഇതിലിപ്പോൾ നമുക്ക് ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ. y²h മൈനസ് y³ y²h മൈനസ് y³/h അല്ലേ. y²/h ഒരു h താഴെയുണ്ട്, മൈനസ് y³/h ഇൻറ്റു dy എന്നാവും. അതിൽ h ക്യാൻസൽ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to h y² മൈനസ് y³/h dy എന്നാവും അല്ലേ. ഒരു ബി ഇല്ലേ, സോറി, ഒരു ബി ബാക്കിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബി ഉണ്ട്. ഇവിടെ നമുക്ക് ബി പുറത്തേക്ക് എടുക്കാം. സോ ബി ഈസ് കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. സോ IAB ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു y³, അതായത് y² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y³/3 ആണ്, മൈനസ് y⁴/4h ഫ്രം 0 to h. So
b into h cube by 3 minus h raised to 4 by 4h. And it will be, if you simplify it, you will get it as bh cube by 12. IAB is equal to bh cube by 12. അപ്പോൾ ഇത് നമ്മളെ ബേസിന് എ ബി ബേസിലാണ് എടുത്തല്ലേ. ഞാനിത് സെൻട്രോയിഡ് ആക്സിസ് ആണ് എടുക്കുന്നതെങ്കിലോ, അപ്പോൾ ഞാനൊക്കെ നമ്മളിത് സെൻട്രോയിഡ് ആക്സിസ്, സെൻട്രോയിഡ് എവിടെയാണ് വരിക? അപ്പോൾ ഇത് ബേസ് ആണെങ്കിൽ സപ്പോസ് ദിസ് ഈസ് ബേസ്, അപ്പോൾ സെൻട്രോയിഡ് എവിടെയാണ് വരിക? ഈ ടോട്ടൽ ലെങ്ത്ത് എച്ച് ആണെങ്കിൽ ബേസിൽ നിന്ന് h/3 എന്നുള്ള ലെങ്ത്തിലല്ലേ സെൻട്രോയിഡ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഈ ലെങ്ത്ത് h/3 ആയിരിക്കും സെൻട്രോയിഡ് ആക്സിസ്. അപ്പോൾ ഈ സെൻട്രോയിഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് വേണം? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ IXX is equal to, again we have to apply parallax theorem. ആക്ച്വലി IAB എന്നുള്ളത് IXX പ്ലസ് AYC സ്ക്വയർ എന്നല്ലേ, AYC സ്ക്വയർ എന്നല്ലേ. അതിൽ സെൻട്രോയിഡ് ആക്സിസ് നമ്മൾ IAB ഓൾറെഡി കണ്ടു, അത് BD ക്യൂബ് ബൈ 12 ആണ്. IXX അറിയില്ല. എ എന്നുള്ളത് ഹാഫ് BH ആണ് അല്ലേ, ഹാഫ് BH. YC എന്നുള്ളത് h/3 ഹോൾ സ്ക്വയർ, h/3 ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ BH ക്യൂബ് ബൈ 12 മൈനസ് ഇത് അഗൈൻ BH ക്യൂബ് ബൈ 6 അല്ലേ വരിക, BH ക്യൂബ് ബൈ 6 അല്ല സോറി, ഇവിടെ സ്ക്വയർ ഉണ്ടല്ലേ, സ്ക്വയർ 18 വരും. സോ ദിസ് വിൽ ബി 18. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ LCM എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്ത് BH ക്യൂബ് ബൈ 36. IXX ഈസ് ഈക്വൽ ടു BH ക്യൂബ് ബൈ 36. അപ്പോൾ സെൻട്രോയിഡിലെ ബേസ് ആയിട്ട് IXX ട്രയാങ്കിളിന് BH ക്യൂബ് ബൈ 36 ആണ്. മറ്റേ ബേസിനെ ബേസ് ആയിട്ട് BH ക്യൂബ് ബൈ 12 ആണ്. സോ നൗ നമുക്ക് ഒന്നുകൂടെ ഒരു സർക്കിളിനെയും കൂടെ നോക്കിയിട്ട് നമുക്ക് വി ക്യാൻ സ്റ്റോപ്പ് ദിസ് സെഷൻ. സപ്പോസ് you have a circle here. സർക്കിളിൻ്റെ സെൻട്രോയിഡ് ഇതിപ്പോൾ സെൻറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡ് ആക്സിസ് ഇതാണെങ്കിൽ ഇത് XX എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡയ സപ്പോസ് ഇതിൻ്റെ ഡയ D ആണെന്ന് വെച്ചോ, D. ഓക്കെ, ഞാനൊരു ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡയ D അവിടെ വെച്ചോ, ഞാനൊരു ചെറിയ സ്ട്രിപ്പ് എടുക്കുന്നു, ഇങ്ങനെ സ്ട്രിപ്പ് എടുക്കും. ഓക്കെ, ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് സപ്പോസ് ഇത് തീറ്റ, അതായത് X ആക്സിസ് എന്നുള്ള ആംഗിൾ തീറ്റ, ഈ ഇൻക്ലൂഡഡ് ആംഗിൾ D തീറ്റ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് തിക്നെസ് DR. ഓക്കെ, DR റൈറ്റ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് 6. ഈ ലെങ്ത്ത്, ഈ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ റേഡിയസ്, എലമെൻ്റൽ സ്ട്രിപ്പ് 6. അതെങ്ങനെ കാണിക്കാം? സപ്പോസ് ഈ റേഡിയസ് 6, സ്മോൾ r. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ഏരിയ DA ആണെങ്കിൽ DA ക്യാൻ ബി റിട്ടൺ ആസ് അതിൻ്റെ തിക്നെസ് DR, പിന്നെ ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? RD തീറ്റ അല്ലേ, ആർക്ക് ലെങ്ത് RD തീറ്റ. അപ്പോൾ RD തീറ്റ DR ആയിരിക്കും DA, റൈറ്റ്.
dA. dA can be written as better you write it as r d theta dr. അതാണ് dA എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ സ്ട്രിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഡയമീറ്ററൽ ആക്സിസ് xx is equal to moment of inertia of element or strip, elemental strip is equal to y square dA. ഈ y square എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഇത് ഡയമീറ്ററൽ ആക്സിസിലേക്ക് ഈ ഡിസ്റ്റൻസ് ആണ് y. അപ്പോൾ y ആറിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? ആർ സൈൻ തീറ്റയാണ് y ഇൻറ്റു ആർ ഡി എക്ക് പകരം ആർ ഡി തീറ്റ ഡി ആർ എന്ന് എഴുതാം. കാരണം ഇവിടെ ഞാനതൊന്ന് മാഗ്നിഫൈ ചെയ്ത് വെച്ചാൽ ഇത് ആറാണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ ഇത് y. അപ്പോൾ y ക്യാൻ ബി റിട്ടൺ ആസ് ആർ സൈൻ തീറ്റ. അതാണ് ഈ സംഭവം, മനസ്സിലായോ? സോ വൈക്ക് വരെ ആർ സൈൻ തീറ്റ എന്നിട്ടു ഡി എക്ക് പകരം ആർ ഡി തീറ്റ ഡി ആർ. നൗ യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം but you have to note that there are two differential d theta and dr, so it will be a double integration. So theta should be integrated from 0 to 2 pi because the total angle of a circle is 2 pi, that means 360 degree, and the radius should be dr should be integrated from 0 to capital R, radius of the circle. So r sin theta whole square into r d theta dr, and so if you open the circle bracket 0 to 2 pi 0 to r cube sin square theta d theta dr. So first you integrate r better you integrate okay, since this is sin square theta you have to convert into integratable form. So sin square theta can be written as 1 minus cos 2 theta by 2. So xx is equal to integral 0 to r integral 0 to 2 pi r cube 1 minus cos 2 theta by 2 d theta dr. So now you can integrate the theta. 0 to r, keep r cube as it is, and 1/2 is already there, and 1 by 2 1 integrate ചെയ്താൽ എന്ത് കിട്ടും? If you integrate 1 it will be 1 with respect to d theta, it will be theta അല്ലേ, തീറ്റ. ഇനി കോസ് തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ കോസ് 2 തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ 2 തീറ്റ, കാരണം 2 തീറ്റയിലാണ് ഡിവൈഡ് ബൈ 2 വരും അല്ലേ, 2 വരും. ഈ ഹാഫ് ഏതാണ്? ഈ ഹാഫ് എന്ന് വെച്ചാൽ ഇവിടെ ഇല്ല ഹാഫ്, അത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഫ്രം 0 to 2 pi. ബാക്കി എന്തുണ്ട്? ഡി ആർ അങ്ങനെ തന്നെ ഉണ്ട്. ഇനി ആർ ക്യൂബിന് അടുത്ത സ്റ്റെപ്പിൽ ആർ ക്യൂബിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ r⁴ r⁴ 0 to r, പിന്നെ എന്തുണ്ട്? ഒരു r⁴ കൊണ്ട് ഒരു ഹാഫ് ഓൾറെഡി ഉണ്ട് അല്ലേ, അത് r⁸ r⁸ ഇൻറ്റു തീറ്റ മൈനസ് 2 pi മൈനസ് സൈൻ 4 pi എന്ന് പറയുന്നത് 0 തന്നെയാണ്. 0 കൊടുത്താൽ അഗൈൻ 0 സൈൻ 0 0 മൈനസ് പ്ലസ് 0 മൈനസ് 0. ആക്ച്വലി ബാക്കി കിട്ടുന്നത് വെച്ചാൽ ഒരു 2 pi മാത്രം ബാക്കിയുണ്ടല്ലേ, പൈ ഇൻറ്റു r⁴ 2 pi ഇൻറ്റു പൈ r⁴/8. 2 pi pi it will be pi r⁴/4, pi r⁴/4. So r is equal to
diameter d by 2. So Ixx can be written as pi by 4 d by 2 whole raised to 4. That means pi d raised to 4 by 64. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഒരു സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി pi d raised to 4 by 64. So this is how you calculate സെൻട്രോയിഡൽ ആക്സിസ്. ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരു ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ സപ്പോസ് ഒരു ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ റെക്ടാങ്കുലർ സെക്ഷൻ്റെ നമുക്കറിയാം സെൻട്രൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് BD3/12 എന്നറിയാം. അപ്പോൾ ഇത് ഒരു സിമെട്രിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഇത് സെയിം സെൻറ്ററൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് സെൻട്രോയിഡ് ആക്സിസ് എങ്കിൽ ഈ ഡിസ്റ്റൻസ് സ്മോൾ ബി, ഇത് ക്യാപിറ്റൽ ഡി, ഇത് സ്മോൾ ഡി. അപ്പോൾ ഇത് ഇവിടെ ഹോളോ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ഡി ഇത് സ്മോൾ റെക്ടാങ്കിളിൻ്റെയും ലാർജർ റെക്ടാങ്കിളിൻ്റെയും സെൻറ്റർ സെയിം ആണ്. അങ്ങനെയെങ്കിൽ Ixx എന്ന് പറയുന്നത് BD3/12, അതായത് വലിയ റെക്ടാങ്കിളിൻ്റെ മൈനസ് ചെറിയ റെക്ടാങ്കിളിൻ്റെ. ഇതാണ് ഹോളോ ആണെങ്കിൽ ഇങ്ങനെ മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഹോളോ ആണെങ്കിൽ മൈനസ്. നേരെ മറിച്ച് അഗെയിൻ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സെൻട്രൽ ആക്സിസ്, കാരണം സെൻട്രൽ ആക്സിസ് രണ്ട് രീതിയിൽ എടുക്കാം, നമുക്ക് ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ ഇത് YY എന്നുള്ള സെൻട്രൽ ആക്സിസ് YY. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഡെപ്ത് ഇത് D തന്നെയാണ്, ബ്രെഡ്ത്ത് B തന്നെയാണ്. പക്ഷേ ഇത് B/2, ഇത് B/2. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് BD3/12 എന്ന് എടുക്കാൻ പറ്റില്ല, റോങ് ആണ്. XX-നെ ബേസ് ചെയ്തിട്ടാണ് BD3/12. ഇവിടെ നേരെ തിരിച്ച് DB3/12 എടുത്താൽ മതി, DB3/12. അപ്പോൾ നമ്മൾ ആക്സിസ് എടുക്കുന്നത് മാറിക്കഴിഞ്ഞാൽ സംഭവം മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും. പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് കൺസെപ്റ്റ്സ്. ഓക്കെ, സോ വി വിൽ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. താങ്ക് യു.